നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുക്കൂട്ടുതറയിലെ ജസ്നയ്ക്ക് സംഭവിച്ചതെന്താ? ഇതൊരു ഉത്തരം കിട്ടാത്ത ചോദ്യമാണ്. ഈ ചോദ്യം കേരളം ചോദിച്ചു തുടങ്ങിയിട്ട് വർഷങ്ങളായി. എല്ലാ വശവും അന്വേഷിച്ചുവെന്നും ഇനി അന്വേഷണം മുൻപോട്ട് കൊണ്ടുപോയിട്ടും കാര്യമില്ലെന്നായിരുന്നു CBIയുടെ നിഗമനം. എന്നാൽ ഇതിനെതിരെ കുടുംബം രംഗത്ത് വരികയാണ്. 6 വർഷം മുൻപ് കാണാതായ ജസ്നയുടെ കൂടെ കോളേജിൽ പഠിച്ച 5 പേരിലേക്ക് CBI അന്വേഷണം എത്തിയില്ലെന്ന് ജസ്നയുടെ അച്ഛൻ തുറന്നു പറയുകയാണ്. ആദ്യമായാണ് ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ കുടുംബം നടത്തുന്നത്. അന്വേഷണം അവസാനിപ്പിക്കാൻ അനുമതി തേടി CBI കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. ജസ്ന മരിച്ചതായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും തിരോധാനത്തിന് മതതീവ്രവാദ സംഘടനകൾക്ക് ബന്ധമില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇതിനെതിരെയാണ് അച്ഛന്റെ നിർണായക നീക്കം. 91 രാജ്യങ്ങളിൽ യെല്ലോ നോട്ടീസ്, ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും CBIയുടെ അടക്കം 3 അന്വേഷണ ഏജൻസികൾ, രാജ്യവ്യാപക പരിശോധനകൾ, സൈബർ ലോകത്ത് അരിച്ചുപെറുക്കൽ. എന്നിട്ടും ജസ്ന മരിയ ജെയിംസ് കാണാമറയത്താണ്. ജസ്നയെ കണ്ടെത്താൻ സാധിച്ചില്ലെന്നും കേസ് അവസാനിപ്പിക്കുകയാണെന്ന് കാണിച്ച് തിരുവനന്തപുരം CBI കോടതിയിൽ അന്വേഷണ സംഘം റിപ്പോർട്ട് സമർപ്പിച്ചതോടെയാണ് ജസ്നയുടെ കുടുംബം പുതിയ വെളിപ്പെടുത്തൽ കോടതിയിൽ നടത്തുന്നത്. 5 സുഹൃത്തുക്കളിലേക്ക് അന്വേഷണം പോയാൽ സത്യം പുറത്തുവരുമെന്നാണ് കുടുംബത്തിന്റെ പ്രതീക്ഷ. CBI സമർപ്പിച്ച അന്തിമ റിപ്പോർട്ട് തള്ളി തുടരന്വേഷണം നടത്തണമെന്നാണ് ജസ്നയുടെ അച്ഛന്റെ ആവശ്യം. ജസ്നയുടെ പിതാവ് ജെയിംസ് ജോസഫ് തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ച ഹർജിയിലാണ് ഈ ആരോപണം. ഹർജി കോടതി സ്വീകരിച്ചു. ഇതിനെതിരെയുള്ള CBIയുടെ ആക്ഷേപം സമർപ്പിക്കാൻ 2 ആഴ്ച നൽകി. ഇതോടെ ഈ ഹർജിയിലെ വാദവും കോടതി നിലപാടും നിർണായകമാകും. പുലിക്കുന്നിനും മുണ്ടക്കയത്തിനും ഇടയ്ക്കാണ് ജസ്നയെ കാണാതായതെങ്കിലും ഈ സ്ഥലങ്ങളിൽ CBI പരിശോധന നടന്നില്ല. കൂടെ ഡിഗ്രിക്ക് പഠിച്ച സുഹൃത്ത് ജസ്നയെ പറ്റിച്ചതായി സംശയമുണ്ട്. ജസ്നയ്ക്ക് ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായതിനെ കുറിച്ച് അന്വേഷിച്ചില്ല. കോളേജിന് പുറത്തുള്ള NSS ക്യാമ്പുകൾക്ക് പോയത് അന്വേഷിച്ചിട്ടില്ല. അന്വേഷണം പരാജയമാണെന്നും ഹർജിയിൽ ആരോപിച്ചു. അതീവ ഗൗരവ സ്വഭാവമുള്ള ആക്ഷേപമാണ് അച്ഛൻ ഉയർത്തുന്നത്. കാണാതാകുന്നതിന് മുൻപുള്ള ദിവസങ്ങളിൽ ജസ്നയ്ക്ക് അമിത രക്തസ്രാവം ഉണ്ടായിരുന്നു. അജ്ഞാത സുഹൃത്ത് ദുരുപയോഗം ചെയ്തതിനെ തുടർന്ന് ഏതെങ്കിലും മരുന്ന് കഴിച്ചതിനാലാണോ ഇങ്ങനെ സംഭവിച്ചതെന്നും CBI അന്വേഷിച്ചില്ലെന്നും ഹർജിയിൽ പറയുന്നു. രക്തക്കറ പുരണ്ട വസ്ത്രങ്ങൾ തിരുവല്ല ഡിവൈഎസ്പിയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയെങ്കിലും ശാസ്ത്രീയ പരിശോധന നടത്താൻ CBI തയ്യാറായില്ലെന്നും കുറ്റപ്പെടുത്തുന്നു. കേരള പോലീസിന്റെ കണ്ടെത്തലുകളും CBIയുടേതിന് സമാനമായിരുന്നു. 2018 മാർച്ച് 22-നാണ് ജസ്നയെ കാണാനില്ലെന്ന് പിതാവ് പോലീസിൽ പരാതി നൽകിയത്. ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച ശേഷം കുടുംബത്തിന്റെ പരാതിയെ തുടർന്നാണ് 2021 ഫെബ്രുവരി 19-ന് കേസ് CBIക്ക് കൈമാറുന്നത്. അതും സമ്മർദ്ദങ്ങളുടെ ഫലമായുള്ള നീക്കം. മകൾ ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്നാണ് കുടുംബം കരുതുന്നത്. ഈ സാഹചര്യത്തിലാണ് വീണ്ടും കോടതിയിൽ നിർണായക നീക്കം നടക്കുന്നത്. രാജ്യം വിട്ട് ജസ്ന പോകാനുള്ള സാധ്യതകളും ഇപ്പോഴും സജീവം. മൊബൈൽ ഫോൺ വീട്ടിൽ വെച്ചായിരുന്നു ജസ്ന ബസ് കയറിപ്പോയത്. 2018 മാർച്ച് 22-ന് ജസ്നയെ കാണാനില്ലെന്ന് കാണിച്ച് പിതാവ് ജെയിംസ് വെച്ചൂച്ചിറ എരുമേലി പോലീസ് സ്റ്റേഷനുകളിൽ പരാതി നൽകി. ആദ്യം വെച്ചൂച്ചിറ പോലീസ് അന്വേഷിച്ച കേസിൽ തുമ്പൊന്നും കണ്ടെത്താനാകാതെ വന്നതോടെ പ്രതിഷേധമുയർന്നു. തുടർന്ന് 2018 ഏപ്രിൽ തിരുവല്ല ഡിവൈഎസ്പി ചന്ദ്രശേഖർ പിള്ളയുടെ നേതൃത്വത്തിൽ പുതിയ സംഘം അന്വേഷണം ആരംഭിച്ചു. ജസ്നയെ കണ്ടെത്താൻ സഹായിക്കുന്നവർക്ക് പോലീസ് 2 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചു. എന്നാൽ ജസ്നയെ കണ്ടെത്താനായില്ല.